ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ് പേര്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ ഒപ്പം വരിക. പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരും. അപ്പോൾ ഇതുവരെ കട്ട ചെങ്കാട്ട് നിന്നിട്ടുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ആകുമ്പോൾ നല്ലൊരു ലാഭമാണ് നമുക്ക്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ബോട്ടിലിന് നല്ല ബെസ്റ്റാണ്. ഒരു കോട്ട് അടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനാമൽ പെയിൻറ്റിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഇങ്ങനെ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈപ്പക്കയുടെ സീഡാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഗാർലിക്കിൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റെമ്മും കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2-3 എണ്ണം മതി. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു നടുക്കുള്ള നാര് അവിടെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു ഗാർലിക്കിൻ്റെ ഒരു തൊലി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മളതിങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു സ്റ്റെം അടക്കമാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 2-3 എണ്ണം ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഈ കൈപ്പക്കയുടെ സീഡൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞു സീഡാണ്. അപ്പോൾ പകുതിയോളം ഇങ്ങനെ മറിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാനതിങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു പെറ്റൽ പോലെ ഇങ്ങനെ ആ ഒരു സീഡ്സ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണോ ആ ഒട്ടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു 3-4 എണ്ണം കൂടെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. കൈപ്പക്കയുടെ സീഡെന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞൊരു ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗാർലിക്കിൻ്റെ നടുക്കുള്ള ഒരു ഇതൊക്കെ ആയപ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ ഫ്ലവർ പോലെ തന്നെയുണ്ട്. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ പെയിൻറ്റ് അടിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. കുറേ ബഞ്ചസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാലൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും. പക്ഷേ ഞാനിതിങ്ങനെ കുറച്ചൊന്നിങ്ങനെ കളർഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീംസൺ റെഡ് ആണ്, ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ഒരു പെറ്റലിന് മാത്രം ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നടുക്ക് ഭാഗത്തല്ല, നടുക്ക് ഭാഗത്ത് നമുക്ക് വേറെ കളർ അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിലും താഴെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫ്ലവറിനും റെഡ് കളർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഫ്ലവറിനും ഓരോ കളർ വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 4 ഫ്ലവറും റെഡ് കളർ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ ഞാൻ കുറച്ച് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം അതുപോലെ വേറെ അതൊക്കെ യെല്ലോ ഒക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ യെല്ലോ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ കുറച്ചും കൂടെ കൈപ്പക്കയുടെ സീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഗ്രീൻ കളർ ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലീവ്സിനൊക്കെ പകരം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഇനിയിപ്പോൾ സീഡ്സ് അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഫിനായിട്ട് നമ്മൾ എന്തൊക്കെ കുറേ വീഡിയോസിൽ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, കവറായിട്ടും പേപ്പറായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു സീഡ്സ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഡാർക്ക് ഗ്രീനും കുറച്ച് ലൈറ്റ് ഗ്രീനും, അപ്പോൾ അങ്ങനെ 2 കളേഴ്സായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നടുക്ക് ഇങ്ങനെ ആ ഒരു യെല്ലോ കളറും ഗോൾഡൻ കളറും പിന്നെ ആ ഒരു റെഡ് കളറൊക്കെ വന്നിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്നിങ്ങനെ ഒരു ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ആ ഒരു ഫ്ലവർ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ തലഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ആ ബോട്ടിൽ ഒട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒട്ടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ആ ഒരു ബോട്ടിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരു 3 ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ആ ഒരു ലീവ്സ് പോലെ ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്നുണ്ടായിരുന്നു, 4 ഫ്ലവർ എന്നല്ല നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെം ഇങ്ങനെ ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിങ്ങനെ ആദ്യം വേറൊരു സ്റ്റെം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു ഫ്ലവറും വെച്ചിട്ടൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗാർലിക്കിൻ്റെ സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വളച്ചിട്ട് നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാർലിക്കിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ത്രെഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെമ്മൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു മേലെ ഭാഗം ഇങ്ങനെ കളയുമ്പോൾ ഒരു വേസ് പോലെയുള്ളത് കിട്ടുമല്ലോ, ആ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ താഴെയായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെമ്മിൻ്റെ ടിപ്പ് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്കിങ്ങനെ ആ ഒരു ബോട്ടിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൽ ആ ഒരു ഫ്ലവേഴ്സ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഇതിനെ ലെങ്ത്ത് ഇങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ ഈ ബോട്ടിലിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ആ ഒരു പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കില്ല, അത് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലൊക്കെ വേണമെങ്കിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി, നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ആ സ്റ്റെം വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വൃത്തിയായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു കാർഡ്ബോർഡിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു കളർ കൊടുക്കുന്നുണ്ട്, നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ആ കളറൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ചുകൂടി ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളർ മാത്രം അത്ര ഒരു ഭംഗിയില്ലാന്ന് തോന്നിയിട്ടാണ് ആദ്യം ലൈറ്റ് ബ്രൗൺ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആ ഒരു ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകുന്ന വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അത്രയ്ക്ക് ഒരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല, അത്ര ഒരു ഭംഗിയും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു ലൈറ്റ് ബ്രൗൺ മാത്രം മതിയായിരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ ആ ഒരു ജൂട്ട് ത്രെഡിൻ്റെ മേലെ നമ്മളിങ്ങനെ നെക്കിൻ്റെ സൈഡിൽ ചുറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനും ഇങ്ങനെ ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ലീവ്സും ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ബോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം നമുക്കിതിൽ ഈ സീഡ് ഇനിയിപ്പോൾ കൈപ്പക്കയുടെ സീഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് സീഡാണുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ആ ഒരു വെളുത്തുള്ളിയുടെ സ്റ്റെമ്മിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ത്രെഡൊക്കെ വേണമെങ്കിൽ സ്റ്റെമ്മിന് പകരം യൂസ് ചെയ്യാം. അതുപോലെ താഴെ ഒരു കാർഡ്ബോർഡിന് പകരം ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിതുപോലെ വെളുത്തുള്ളിയുടെ ഒരു നടുക്കുള്ള ഭാഗം അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡും പപ്പായയുടെ സീഡൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാണിത്. ഇതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഭയങ്കര ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. ഈ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലിങ്ക് ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്തിട്ടാം, ഒന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഞാൻ വാർണിഷ് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിനും പിന്നെ അതുപോലെ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. ശ്വേത, ശ്രേയ, ഷാരവ്, അവന്തിക, ഫിദ, അണിമ, അഭിഷ്ണവ്, ഷിംന, റിയ ഫാത്തിമ ഏട്ടി, നിദ ഫാത്തിമ ഏട്ടി, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസും കൂടെ എടുക്കാം. അപ്പോൾ ഇന്നത്തത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബിസി ആയതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. അപ്പോൾ ഉടൻ തന്നെ നോക്കിയിട്ട് ഞാൻ അതിന് റിപ്ലൈ തന്നിട്ട് പിക്കൊക്കെ ഇടാം കേട്ടോ. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് 6th പഠിക്കുന്ന റിഫ മുംതാസ് ആണ്. നമ്മളൊരു വാട്ടർഫോളിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് മുഹമ്മദ് ജസീൽ CK അയച്ചു തന്നിട്ടുള്ളത് നമ്മളൊരു ഹോം മെയ്ഡ് ഒരു ഗ്ലിറ്റർ പൗഡറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് ദേവിക M അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ ഗ്ലിറ്ററിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടൊരു ക്രിസ്മസ് ഓർണമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് 6th പഠിക്കുന്ന അഭിരാമി രാജു അയച്ചു തന്നത് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടൊരു ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.